ഇപ്പോൾ ചെറുപുഴയിൽ നിന്ന് ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിനേശ്, അവിടെ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞോ? ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞോ? അർജുൻ, ഗുഡ് മോർണിംഗ്. ഇവിടെ പയ്യന്നൂർ കോളേജിൽ തയ്യാറാക്കിയിട്ടുള്ള വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ബാലറ്റ് നമ്മുടെ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞു. പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ പയ്യന്നൂർ കോളേജ് സജ്ജമാക്കിയിട്ടുള്ള വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ജില്ലാ പഞ്ചായത്ത് കരുവള്ളൂർ ഡിവിഷൻ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്, കുഞ്ഞിമംഗലം, കരുവള്ളൂർ പെരളം, കാങ്കോൽ ആലപ്പടമ്പ്, എരമംകുറ്റൂർ, പെരിങ്ങോം വയക്കര, ചെറുപുഴ എന്നീ പഞ്ചായത്തുകളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. ഇതിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്നത് ചെറുപുഴ പഞ്ചായത്തിലാണെന്ന് പറയുന്നത്. 19 വാർഡുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ 20 വാർഡുകളാണുള്ളത്. LDFും UDFും ഒരുപോലെ വിജയപ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവിടെ. ചെറുപുഴ പഞ്ചായത്തിൽ ഈ പ്രാവശ്യം ചെറുപുഴ പഞ്ചായത്തിൽ നല്ല മലയോര മേഖലയിൽ മൊത്തം തന്നെ പോളിംഗ് ശതമാനം കുറവായിരുന്നു. ചെറുപുഴ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് 71.77% പോളിംഗ്. കഴിഞ്ഞ ശതമാനത്തെക്കാട്ടിലും 4.59% കുറവായിരുന്നു ഇത്തവണ പോളിംഗ്. വീറും വാശിയും നിറഞ്ഞ പ്രചരണമായിരുന്നെങ്കിലും അത്ര ആവേശം വോട്ടെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ NDA മിക്ക വാർഡുകളിലും സ്ഥാനാർത്ഥികൾ നിർത്തിയിരുന്നെങ്കിലും കാര്യമായ പ്രവർത്തനമൊന്നും ഉണ്ടായിരുന്നു. പുളിങ്ങോ, പ്രാപ്പോയിൽ, പാടിയോട്ടിച്ചൽ എന്നീ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ ചെറുപുഴ പഞ്ചായത്ത് പരിഗണിച്ചിട്ടുണ്ട്. കരൂർ ഡിവിഷനാണ് ജില്ലാ പഞ്ചായത്തിന്റെ കരൂർ ഡിവിഷൻ പൂർണ്ണമായും ഇതിൽപ്പെടുന്നുണ്ട്. ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിനുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ സ്ഥാനാർത്ഥികളും നേതാക്കളും ഒക്കെ തന്നെയുണ്ട്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണോ? ദിനേശ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പോളിംഗ് കുറവായി എന്നത് ആശങ്കപ്പെടുത്തുന്നുണ്ടോ സ്ഥാനാർത്ഥികളെയൊക്കെ? പോളിംഗ് കുറവായി എന്നുള്ളത് സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളതും പറഞ്ഞു വെച്ചിട്ടുള്ളതൊക്കെ ഇടതുമുന്നണിക്ക് അനുകൂലമാണ് എന്നുള്ളതാണ്. പക്ഷെ ഇക്കുറി അത് ഇടതുമുന്നണിക്ക് അനുകൂലമാണ് എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. എന്നിരുന്നാലും എല്ലാവരും ഈ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എല്ലാ സ്ഥാനാർത്ഥികളും പ്രതീക്ഷകളിലാണ് എന്നുള്ളതാണ്. തീർത്തും വിജയ പ്രതീക്ഷ ഇല്ലാത്ത കുറച്ച് വാർഡുകളുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാ സ്ഥാനാർത്ഥികളും തന്നെ വിജയ പ്രതീക്ഷയിലാണുള്ളത്. തങ്ങൾ ഭരണം നേടും അല്ലെങ്കിൽ നിലനിർത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. എല്ലാവരും തന്നെ രാവിലെ തന്നെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. ശരി, ദിനേശാണ് ചെറുപുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.